എറണാകുളത്തെ തോൽവിയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിന്റെ നടപടികൾ തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് വിമർശനം ഉയർന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളും കമ്മിറ്റിയിൽ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, നേരത്തെ CPIയുടെ ജില്ലാ നേതൃയോഗങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ഉയരുമ്പോൾ എങ്ങനെ വായിച്ചെടുക്കാം ആ രാഷ്ട്രീയം? തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് ഈ തോൽവിക്ക് കാരണമെന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നിരിക്കുന്ന വിമർശനം. ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോയത് ഈ പരാജയത്തിന് കാരണമായെന്ന് പ്രത്യേകമായി അടിവരയിട്ട് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സംഘടന, എറണാകുളം ജില്ലയിലെ സംഘടനാ ദൗർബല്യത്തെ കുറിച്ചുള്ള സ്വയം വിമർശനം എന്ന നിലയ്ക്കുള്ള വിമർശനവും ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെയുള്ള മുഴുവൻ, അല്ലെങ്കിൽ പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുള്ള ഒരു ഇടം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജീവിന് കൃത്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു വിമർശനമായിട്ട് ഒരു പക്ഷേ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം ഇന്ന് ചേർന്ന ഈ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടത് വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്, ഇടത് വോട്ടുകളുടെ ഒരു ഭാഗം BJPയിലേക്ക് പോയി എന്നുള്ള ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് കാരണം ഈ ഷൈൻ ടീച്ചർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അവർക്ക് പക്ഷേ ഇത്തവണ ഹൈബി നേടിയിട്ടുള്ള ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി അല്ലെങ്കിൽ വിമർശനമായി ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷൈൻ ടീച്ചർക്കെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആഡംബരം ഇവർക്ക് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്ന എനിക്കുള്ള കാര്യങ്ങളായിരുന്നു ഷൈൻ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അത് ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളെ അല്ലെങ്കിൽ അംഗീകരിക്കാനോ, അല്ലെങ്കിൽ അവർ പറയുന്ന നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും തന്നെ തയ്യാറാകാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഷൈൻ ടീച്ചർക്കെതിരെ എന്തായാലും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിന്റെ ഇവിടുത്തെ പരാജയം, അതായത് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇവിടെ പരാജയം ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിരുന്നത്. പക്ഷേ ആ വനിതാ ബില്ലൊക്കെ പ്രാവർത്തികമാകുന്ന, അല്ലെങ്കിൽ പാസ്സാകുന്ന ഒരു ഘട്ടത്തിൽ വനിതാ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ വനിതകളുടെ വോട്ടുകൾ എങ്കിലും കൂടുതലായി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ഇത്തവണ പോളിംഗ് ശതമാനം പോലും തുച്ഛമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ തന്നെ വലിയ കുറവുണ്ടാകുന്ന ഘട്ടം തന്നെയായിരുന്നു. പക്ഷേ ആ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ട് പോലും ഹൈബിയുടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ ജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നേടിയെടുത്തിട്ടുള്ള ഭൂരിപക്ഷം പോലും ഷൈൻ ടീച്ചറുടെ വോട്ടിൽ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകാൻ തന്നെയാണ് സാധ്യത. സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന വീഴ്ചയാണ് ഇത്രയും വലിയൊരു പരാജയത്തിന് കാരണം എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം.